ഹലോ ഫ്രണ്ട്സ്, അഗലി ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക്കും ഋതികയും മഞ്ഞൾ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുവാണ്. വാ ഋതികയെ, അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് ദീപക് ഋതികയുടെ കയ്യിൽ പിടിച്ച് ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തോട്ട് പോവുകയാണ്. ആ ചടങ്ങ് നടക്കുന്നിടത്തോട്ട് പോകാൻ മടിച്ചു നിന്ന പ്രതാപനെ അംബിക പ്രതാപ വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രാജുവാണെങ്കിൽ ഇഞ്ചി നിന്ന കുരങ്ങനെ പോലെ ആ ചടങ്ങിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ദീപക്കാണെങ്കിൽ അമ്മാവനോട് വളരെ സ്നേഹവും റെസ്പെക്റ്റും ഉള്ളതുപോലെ പെട്ടെന്ന് അമ്മാവാന്നും പറഞ്ഞ് അമ്മാവൻ്റെ കാലേ വീണങ്ങ് തൊഴുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെയും സങ്കടത്തോടെയും പ്രതാപൻ അങ്ങനെ അവനെ അനുഗ്രഹിക്കുന്നു. രാജുവിൻ്റെ ആളിയൻ ജയൻ വന്ന് രാജുവിനെ ഇങ്ങനെ വല്ലാതെ നോക്കി ദേഷിച്ചിട്ട് അവിടെ നിൽക്കുവാണ്. ഇവൻ ഒരു കാലത്തും നന്നാകത്തില്ല. എത്ര തവണ ഇവനോട് എല്ലാവരും എന്തൊക്കെ പറഞ്ഞു നോക്കി. ഇവൻ്റെ തലമണ്ടയിൽ ഇത് എന്തുവായിരിക്കുന്നു? അവൻ്റെ പെണ്ണിനെ താണ്ട വേറെ ഒരുത്തരം കല്യാണം കഴിക്കാൻ പോകുന്നു. അത് കണ്ടിട്ട് പോലും സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ഈ പൊട്ടന് കഴിയുന്നുണ്ടോ എന്നൊരു പുച്ഛത്തോടെ ജയനിങ്ങനെ പല്ല് കടിച്ച് രാജുവിനെ നോക്കിയോടെ നിൽക്കുവാണ്. ഋതികയും രാജുവിനെയും സ്നേഹിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അംബികയുടെയും ദീപക്കിൻ്റെയും കാര്യം പറയാനേ ഇല്ല. സകല സ്വത്തുക്കളും കയ്യിൽ വന്നുള്ള അഹങ്കാരത്തോടാണ് അംബികയും ദീപക്കും ചിരിച്ചിങ്ങനെ കളിക്കുന്നത്. അങ്ങനെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. അംബിക ചിരിച്ച് സന്തോഷത്തോടെ തന്നെ ദീപക്കിനും ഋതികയ്ക്കും മധുരപലഹാരങ്ങൾ ഊട്ടുവാണ്. എന്നിട്ടവിടെ കലക്കി വെച്ചിരിക്കുന്ന ആ മഞ്ഞളെടുത്ത് ദീപക്കിൻ്റെയും ഋതികയുടെയും മുഖത്തൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ പൂശി വിടുവാണ്. ഋതിക സങ്കടത്തോടെ കുനിഞ്ഞിരിക്കുവാണ്. ഇതൊക്കെ രാജു കാണുന്നുണ്ട്. അംബിക പെട്ടെന്ന് പ്രതാപ വാ, നീയാ ഇനി ചെയ്യേണ്ടത്. പ്രതാപനാണെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റോ സന്തോഷമോ ഒന്നുമില്ല. ദുഃഖത്തോടെ അവിടെ കുനിഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ആൾക്കാരുടെ മുന്നിൽ വെച്ച് അംബിക ചേച്ചി പറയുന്നത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രതാപൻ സങ്കടത്തോടെ വന്ന് ഒരു സ്വീറ്റ് എടുത്ത് മകളുടെ മുഖത്ത് പോലും നോക്കാതെ അവളുടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഹൃദയം പൊട്ടി ഹൃദയവേദനയോടെയാണ് തൻ്റെ മകൾ അവിടെ ഇരിക്കുന്നതെന്നും പ്രതാപൻ അറിയാം. അതുകൊണ്ട് തന്നെ മകളുടെ മുഖത്ത് നോക്കാൻ ശക്തിയില്ലാതെ പ്രതാപൻ സ്വീറ്റ് ദീപക്കിന് കൊടുക്കുകയും എന്നിട്ട് ആ മഞ്ഞളെടുത്ത് രണ്ടുപേരുടെയും മുഖത്ത് പൂശി വിടുകയും ചെയ്യുവാണ്. അതുകൊണ്ട് രാജുവിന് സങ്കടം അടക്കാൻ പറ്റുന്നില്ല. രാജു ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ വാ പൊത്തി കുനിഞ്ഞു നിൽക്കുവാണ്. ശേഖറും യാമിനിയും ചങ്ക് തകർന്നാണ് ആ കാഴ്ചയെല്ലാം കാണുന്നത്. അംബികയെ എതിർക്കാനുള്ള ശക്തി അവർക്ക് ആർക്കും ഇല്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് അംബിക ഈ പണിയൊക്കെ ചെയ്യുന്നത്. സങ്കടത്തോടെ നിൽക്കുന്ന ശേഖരനെ നോക്കി ചിരിച്ചോണ്ട് അംബിക, ശേഖര നീ അടുത്ത് നീ വന്ന് ചെയ്യ്. സങ്കടവും പ്രതിഷേധവും ഉള്ളിലൊതുക്കിക്കൊണ്ട് അനുസരണയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ശേഖറും പോയി മധുരപലഹാരം കൊടുക്കുകയും മഞ്ഞൾ പൂശുകയും ഒക്കെ ചെയ്തു. ശേഖറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ട്. പാവം ഋതികമോളുടെ ജീവിതം ബലി കൊടുക്കുന്നതിന് താനും ഒരു സാക്ഷ്യം വഹിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് നിറ കണ്ണുകളോടെ ഋതികമോളെ നോക്കുവാണ്. ഹൃദയവിടിപ്പിൻ്റെ വേഗത കൂടി കണ്ണും തള്ളി ഒന്നും പറയാനാവാതെ രാജു ആ കാഴ്ചകളെല്ലാം കാണുവാണ്. യാമിനിയെയും അംബിക വിട്ടുവെച്ചില്ല. യാമിനിയെ കൊണ്ടും ആ ചടങ്ങുകളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. നിറ കണ്ണുകളോടെ ഋതിക യാമിനിയെയും രാജുവിനെയും നോക്കുവാണ്. ചങ്ക് തകർന്ന് ഉള്ളുകൊണ്ട് നിലവിളിച്ച് കരയുന്ന മകളെ പ്രതാപൻ അധിക നേരം നോക്കി നിൽക്കാനായില്ല. പ്രതാപൻ ഒന്നും ആരോടും പറയാതെ അങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് പിന്നെ നടക്കുന്നത്. അംബിക രാജു ഇങ്ങോട്ട് വന്നിവർക്ക് മഞ്ഞൾ ചാർത്തു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഋതികയ്ക്കാണെ സങ്കടം സഹിക്കാൻ വയ്യ. അവളിങ്ങനെ രാജുവിനെ തന്നെ നോക്കുന്നു. രാജു നിറകണ്ണുകളോടെ എല്ലാവരെയും നോക്കുവാണ്. ജയൻ അപ്പോഴും സങ്കടവും ദേഷ്യവും കൊണ്ട് രാജുവിനെ തന്നെ നോക്കുന്നുണ്ട്. ദീപക്കും അംബികയും കണ്ണിൽ കണ്ണി നോക്കി ഋതികയെ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് അവരിങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അവിടെ നടപ്പിലാക്കുവാണ്. ഋതികയ്ക്കും രാജുവിനും സപ്പോർട്ട് ചെയ്തവരാരൊക്കെയുണ്ടോ അവരെയൊക്കെ അംബിക നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ കൊലച്ചിരിയാണ് അവൾ ആ ചിരിക്കുന്നത്. രാജുവാണെങ്കിൽ പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അയ്യോ ഞാനില്ല മാഡം. അപ്പോഴും ജയൻ അവനെ നോക്കുവാണ്. പോടാ പൊട്ട, അവർ പറയുന്നതൊക്കെ നീ പോയി ചെയ്യടാ. അംബികയുടെയും മകൻ്റെയും കാല് കഴുകി ജീവിക്കാനാടാ നിന്റെ വിധി എന്നൊക്കെ ദേഷ്യത്തിൽ ഇങ്ങനെ ജയനവിടെ നിൽക്കുവാണ്. ഭയങ്കര സ്നേഹം അഭിനയത്തോടെ അംബിക, രാജു നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ രാജു. അംബികയുടെ ഈ ക്രൂരത ഋതികയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. പാവം നിറകണ്ണുകളോടിങ്ങനെ രാജുവിനെ നോക്കുവാണ്. അംബികയുടെ അനുസരണയുള്ള ഒരു നായയെപ്പോലെ രാജു ശരി മാഡം എന്നും പറഞ്ഞ് വന്ന് അവിടെ ഇരുന്ന ഒരു ജിലേബി എടുത്ത് ഇങ്ങനെ കൈ വിറച്ചുകൊണ്ട് ഋതികയുടെ വായുടെ നേർക്ക് കാണിക്കുവാണ്.
ഋതികയാണെ കണ്ണ് നിറഞ്ഞുകൊണ്ട് രാജുവിൻ്റെ മുഖത്തോട്ട് നോക്കി. ഇനിയെങ്കിലും ഈ ചതിക്കുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൂടെ രാജു എന്ന കണ്ണുകൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. അത് രാജുവിനും മനസ്സിലാകുന്നുണ്ട്. എൻ്റെ നിസ്സഹായാവസ്ഥ എന്താ മേഡം മനസ്സിലാക്കാത്തത് എന്ന് രാജുവിൻ്റെ കണ്ണുകളും പറയുന്നുണ്ട്. രാജു ഋതികയുടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്ന ജിലേബിയിൽ ഋതികയുടെ കണ്ണുനീർത്തുള്ളികൾ വീഴുവാണ്. അങ്ങനെ രാജു എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ദീപക്കിന് മധുരം കൊടുത്ത് രണ്ടുപേരുടെയും മുഖത്ത് മഞ്ഞൾ പൂശുകയാണ്. ഈ കാഴ്ച കണ്ടു നിൽക്കാനാകാതെ ശേഖറും യാമിനിയും സങ്കടത്തോടെ ജയനെ നോക്കുന്നുണ്ട്. ജയനാണെങ്കിൽ ഇവൻ അളിയനായി പോയില്ലോ, ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഈ സദസ്സിൽ വെച്ച് ഇവനെ എങ്ങനെയായിട്ട് തല്ലിക്കൊല്ലുന്നത് എന്നോർത്തിങ്ങനെ കലിയെല്ലാം മനസ്സിലടക്കി നിൽക്കുവാണ്. അംബികയും ദീപക്കും അങ്ങനെ രാജുവിനോടൊരു മധുര പ്രതികാരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. അംബികയ്ക്ക് രാജുവിനോടുള്ള പ്രതികാരം എത്ര ചെയ്താലും മതി വരില്ല. അവൾ അടുത്ത പ്രതികാരം പോലെ രാജു ആ സ്വീറ്റ്സ് എടുത്ത് നീ എല്ലാവർക്കും കൊണ്ടു നടന്ന് കൊടുത്തേ. അംബികയെ അങ്ങനെ കൂടെ ചെയ്യിപ്പിച്ചപ്പോഴേക്ക് ഋതികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സങ്കടവും ദേഷ്യവും ഉള്ളിലൊതുക്കി ഋതിക ഇങ്ങനെ രാജുവിനെ നോക്കുവാണ്. അംബിക പറഞ്ഞ വാക്ക് ശിരസാൽ വഹിച്ചുകൊണ്ട് ആ രാജു ആ സ്വീറ്റ് ബോക്സും എടുത്തുകൊണ്ട് അവിടെ വന്നിട്ടുള്ള അതിഥികൾക്കെല്ലാം കൊണ്ടു നടന്നിങ്ങനെ നീട്ടുവാണ്. 3 നേരവും ചോറ് കൊടുത്ത് അവർ വളർത്തുന്ന അനുസരണയുള്ള ഒരു പട്ടിയാണ് അവൻ എന്ന് അംബികയും ദീപക്കും ഇങ്ങനെ നോക്കി ചിരിക്കുവാണ്. രാജുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഋതികയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്ന് അംബികയ്ക്കറിയാം. അതുകൊണ്ട് ആ സദസ്സിൽ വെച്ച് തന്നെ അവളെ എത്രത്തോളം നോവിക്കാവോ അതാണ് ആ അമ്മയുടെയും മകൻ്റെയും പ്ലാൻ. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ചിറകൊടിഞ്ഞ പക്ഷിയെ വേടൻ അടിച്ചു നോവിപ്പിക്കുന്ന പോലെ ആ വേദനയോടെ രാജു എല്ലാവരുടെയും മുന്നിലിങ്ങനെ ആ സ്വീറ്റ്സും കൊണ്ട് നടക്കുകയാണ്. രാജുവിൻ്റെ ഫ്രണ്ട്സുകൾ പറയുന്നു, എടാ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറയുമ്പോൾ രാജു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ്. അവൻ്റെ പെണ്ണിനെയാണല്ലോ മറ്റുള്ളവർ സെൽഫി എടുക്കുന്നതെന്ന് ഓർത്ത്. അത് കണ്ടു നിൽക്കാൻ രാജുവിനാകുന്നില്ല. രാജു ഇങ്ങനെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുവാണ്. അംബിക ഉടനെ പറയുക, ഇനി ഞാനും ഋതികമോളോടുള്ള സെൽഫി എടുക്കട്ടെ എന്നും പറഞ്ഞ് ഋതിയെ ചേർത്ത് നിർത്തുമ്പോൾ ഋതിക സങ്കടത്തോടെ നിൽക്കുന്നതാണ് അംബിക കാണുന്നത്. എന്താ ഋതികമോളെ നീ ചിരിച്ചോണ്ട് നിൽക്കാത്തത്? ഋതിക പറയുക, മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലല്ലേ അമ്മായി ചിരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിൻ്റെ വേദനയാണ് മുഖത്ത് കാണുന്നത്. എന്നാലേ ഋതികമോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ അംബികയോടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ലതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചിരിപ്പിക്കും. അറിയാവല്ലോ നിനക്ക് അംബിക, എൻ്റെ സ്വഭാവം നീ എടുപ്പിക്കരുത്. ഇങ്ങോട്ട് നോക്കടി, നല്ലതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്ക്. അപ്പോഴും ഋതികയ്ക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അംബിക അവിടെ കാലിക്കിടന്ന ആ ചെരുപ്പ് കൊണ്ട് ഋതികയുടെ കാലങ്ങ് ചവിട്ടി മെതിക്കുവാണ്. വേദന കൊണ്ട് ഋതിക അയ്യോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിന്നോട് ചിരിച്ചോണ്ട് നിൽക്കാനാ പറഞ്ഞത്, ഇനിയും നിന്നെ ഞാൻ വേദനിപ്പിക്കണോ എന്നും പറഞ്ഞ് കാലുകൊണ്ട് വീണ്ടും ഇട്ട് ചവിട്ടി മെതിക്കുവാണ് അവിടെ കാല്. വേദന സഹിക്കാൻ വയ്യാതെ നിറ കണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുവാണ് അംബികയോടൊപ്പം സെൽഫി എടുക്കുമ്പം കണ്ടോ, ഇതുപോലെ ചിരിച്ചു നിൽക്കണം. നിന്നെ ഞാൻ ചിരിപ്പിച്ചത് കണ്ടോടി, ഇങ്ങനെ പലതും ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നിങ്ങനെ അംബിക പറയുന്നതൊക്കെ രാജു അവിടെ നിന്ന് കാണുന്നുണ്ട്. ഋതികയുടെ കാല അംബിക ഇങ്ങനെ ചവിട്ടി മതിക്കുന്നത് രാജു കാണുന്നുണ്ട്. അംബികയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം രാജുവിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ അറിയില്ലല്ലോ. അവനിങ്ങനെ പൊട്ടനെ പോലെ നോക്കി നിൽക്കാനേ അറിയത്തുള്ളല്ലോ. രാജുവിൻ്റെ മനസ്സിലപ്പോൾ ഋതിക നേരത്തെ പറഞ്ഞതൊക്കെ ഓടി വരുവാണ്. രാജു, നമ്മളുടെ ഇടയിലുള്ളതൊക്കെ അവസാനിച്ചു. നമ്മളിനി 2 വഴിക്ക് പിരിയുക. രാജുവിന് വിഷമമില്ലേ എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതിക രാജുവിനെ അടങ്കം കെട്ടിപ്പിടിച്ച് അവൻ്റെ മാറിലോട്ടങ്ങ് കടന്നു. അതോർത്തപ്പോൾ രാജുവിന് ഋതികയോടുള്ള പ്രേമം അഗ്നിപർവ്വതം പോലെ പൊട്ടുവാണ്. അവനിങ്ങനെ ദേഷ്യവും സങ്കടത്തോടെ നിറകണ്ണുകളോടെ ഒന്നും ചെയ്യാനാവാതെ ഇങ്ങനെ ഋതികയെ നോക്കുവാണ്. അംബികയെ അപമാനിച്ചത് ഓരോന്നും രാജുവിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരുടെ മുന്നിൽ വെച്ച് അത്രത്തോളം അവനെ ആക്ഷേപിച്ചു. 3 നേരം ഭക്ഷണം കൊടുത്താൽ ഒരു വളർത്തുനായേക്കാളും നന്ദിയുള്ളവനാണ് രാജു. എല്ലാ പണിയും എടുത്തോളും. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട കാര്യമില്ല, എല്ലാം രാജു തന്നെ ചെയ്തോളും എന്നിങ്ങനെ പറഞ്ഞതൊക്കെ രാജു ഓർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയവരടുത്ത് പോയി നിൽക്കുവാണ്. അപ്പോഴവിടേക്കായി ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാജു ഇവിടെ നിൽക്കുന്നേ? ആകെ ഒരു നിരാശയിലാണല്ലോ. നിന്നെ ഏൽപ്പിച്ച പണികളൊക്കെ നീ ചെയ്തോ? ആ ചെയ്തു സാറേ, വിഷമിക്കേണ്ട, അടുത്ത പണി ഞാൻ തന്നോളാം. എടോ രാജു, തന്നോട് ഞാനൊരു കാര്യം പറയാം, തടി കേടാതെ നോക്കിക്കോ. തൻ്റെയും ഋതിക മേഡത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ദീപക് സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് എത്രത്തോളം ഞങ്ങൾ പണി ചെയ്യിപ്പിക്കാവോ അത്രത്തോളം ചെയ്യിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സെറ്റപ്പും കൂടിയാണ് ഞങ്ങൾ ഈ മാരേജിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നിനക്ക് മനസ്സിലായോ, നീ ഇവിടെ എന്തെങ്കിലും ഇടങ്ങേറ് കാണിച്ചാൽ നിന്നെ തല്ലി എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിലാക്കാൻ ഞങ്ങളുടെ കൂടെ ഗുണ്ടകളും ഉണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ,
മനസ്സിലായെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലാതെ പിള്ളേർക്ക് പണിയുണ്ടാക്കി വെക്കരുത്. നീ ഇപ്പം ഹൽദി നടന്നിടത്തോട്ട് ചെന്ന് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി നല്ല വെടിപ്പായിട്ടിട്ടേക്കണം. പറഞ്ഞ കേട്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. അളിയ എന്തോ ഇയാൾ പറയുന്നത്? ഒന്നുമില്ല അളിയ. ഈവന്റ് മാനേജ്മെന്റുകാരൻ ചോദിക്കുക, താൻ ആരോടോ ചോദിക്കാൻ? അതെ, ഞാനിവൻ്റെ അളിയനാ. താനല്ലേ ഈ ഈവന്റ് മാനേജ്മെൻ്റ് എടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും അവിടെ എല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്യേണ്ടത് രാജുവല്ല, തൻ്റെ പണിയാണ്. എന്നാലേ അതൊക്കെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജുവിനെ ഏൽപ്പിച്ച പണിയാണ്. അതാ രാജു ചെയ്യുന്നത്. രാജുവിന് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ താനങ്ങ് പോയി ചെയ്യ്. എൻ്റെ അളിയൻ രാജു ഇവിടുത്തെ മിനിസ്റ്ററുടെ PA, അല്ലാതെ ഇവിടുത്തെ വീട്ടു ജോലിക്കാരനോ പുറംപണിക്കാരനോ അല്ല. രാജു പറയും, അളിയ വേണ്ട അളിയ, ബഹളമൊന്നും ഉണ്ടാക്കല്ലേ അളിയ. ഇവനെന്താ ഭീഷണിപ്പെടുത്തുവാണോ? അതേടാ ഭീഷണിപ്പെടുത്തുക. എങ്കിൽ നീ എന്ത് ചെയ്യും? നിനക്ക് ഞങ്ങളെ ശരിക്കും അറിയില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ കൺട്രോളില്ല. ആ ശരിയാ, ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള ഭാവത്തിൽ ജയം പെട്ടെന്ന് മുണ്ടൊക്കെ അങ്ങോട്ട് കുത്തി കൊടുത്ത് ഷർട്ടിൻ്റെ കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി വെച്ച് ഇങ്ങനെ നിൽക്കുവാണ്. എടാ, പണ്ട് ജുവലറി നടത്തിയ കല്ലുകാട്ടിൽ പീതാംബരനല്ലേടാ നിന്റെ മുതലാളി? നീ എന്നാൽ പെട്ടെന്ന് തന്നെ അയാളെ ഫോൺ ചെയ്തൊന്ന് വിളിച്ച് ചോദിക്ക്, പുത്തൻ മാർക്കറ്റിലെ പിള്ളേരെ അറിയുമോന്ന്. പല്ല് കടിച്ചോണ്ട് ജയൻ അവനോട് പറയാ, ഡാ നീ ഇവിടെ കല്യാണം നടത്താൻ വന്നതാണെങ്കിൽ കല്യാണം നടത്തിക്കിട്ട് നീ പൊയ്ക്കോണം. അയ്യോ വേണ്ട അളിയ, ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ അളിയ, വേണ്ട അളിയ. രാജു ഇങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നീ എൻ്റെ അളിയൻ്റെ മേക്കത്തിട്ട് കയറിയാലുണ്ടല്ലോ, ഞാനൊന്ന് മൂളിയാൽ മതി, മാർക്കറ്റിലെ പിള്ളേരെ നിന്റെ ഓഫീസിലോട്ട് അങ്ങ് വന്ന് കയറിക്കോളും. ഹരിസാറെ പൊയ്ക്കോ, ഞാൻ ആ ഹോളൊക്കെ വൃത്തിയാക്കിക്കോളാം എന്ന് രാജു പറയുന്നു. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഞാൻ പിന്നെ കണ്ടോളടാ എന്നും പറഞ്ഞ ഈവന്റ് മാനേജ്മെന്റുകാരൻ ജയനോട് പറഞ്ഞിട്ട് പോയി. ജയൻ രാജുവിനോട് ചോദിക്കുക, അളിയൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ഋതികയെ ദീപക്ക് വിവാഹം കഴിക്കുന്നതിൽ അളിയന് പ്രശ്നമൊന്നും കാണില്ലായിരിക്കും. ഇനി അഥവാ അളിയന് മനസ്സിൽ ഋതിക മാഡത്തിനോട് പ്രേമം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കാനുള്ള ധൈര്യവും അളിയനുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഋതിക മാഡം അങ്ങനെയാണോ അളിയ? പാവമല്ലേ, ചങ്കു പൊട്ടിയ ആ പാവം അവിടെ ദീപക്കിനോടൊപ്പം ഇരിക്കുന്നത്. അളിയെന്നാണ്ട് ഇവന്മാർ പറയുന്നതൊക്കെ കേട്ട് ഇവിടുത്തെ വേസ്റ്റും ഒക്കെ വാരിക്കൊണ്ട് നടക്കുന്നത് ആ ഋതിക മാഡത്തിന് എന്തും വേണ്ടി വിഷമം ഉണ്ടാക്കുമെന്ന് അളിയൻ അറിയാവോ? ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതിന് ഋതിക മാഡം എന്തിനാ അളിയ വിഷമിക്കുന്നത്? ഋതിക മാഡം ഈ കുടുംബത്തിന്റെ അവകാശി, ഞാനാണെങ്കിലോ ഇവിടുത്തെ വേലക്കാരൻ. ഈ വീട്ടിലെ കുട്ടിയുടെ വിവാഹത്തിന് ഈ വീട്ടു ജോലിക്കാരൻ ജോലികളൊക്കെ ചെയ്യുന്നു, അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. അളിയൻ അത്രയൊക്കെ തോന്നത്തുള്ളൂ. പക്ഷെ കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. ശരി അളിയ, ഞാൻ അളിയൻ്റെ വഴിക്ക് തന്നെ വരാം. നമ്മൾ താഴേക്കടയിൽ ജനിച്ചവരാ. അവിടെ വളർന്ന് ആ ലെവലിൽ നിന്ന് ഇപ്പോഴും ഉയർന്നു വരാതെ താഴേക്കടയിൽ തന്നെ ഇപ്പോഴും ജീവിച്ചു വരുന്നവരാ. ഇതൊക്കെ മനസ്സിലാക്കി അളിയനെ സ്നേഹിച്ച് അളിയനെ വിശ്വസിച്ച് അളിയനോടൊപ്പം ഇറങ്ങി വന്നതാ ഈ കുടുംബത്തിലെ അവകാശം. ആ കൊച്ചിന് സ്നേഹിക്കാൻ അറിയാവുന്ന നിഷ്കളങ്കമായ ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ദയവ് ചെയ്ത് അളിയൻ വിഷമിപ്പിക്കരുത് എന്നും പറഞ്ഞ് ജയൻ 2 കൈയും കൂപ്പി തൊഴുവാണ്. രാജു പറയുക, എനിക്ക് ആരെയും വിഷമിപ്പിക്കണമെന്നില്ല, ഈ കല്യാണത്തിന് വേണ്ടതെല്ലാം ചെയ്യണമെന്ന് വർമ്മസാർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ആ വർമ്മസാറിൻ്റെ വാക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയം പല്ല് കടിച്ചിട്ട് പറയാം, അളിയൻ ദേവി ചെയ്തതൊന്നും മതിയാക്ക്. ആ തലതിരിഞ്ഞവനെ മേഡത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നവരുടെ കൂട്ടത്തിലേ എൻ്റെ അളിയൻ ചേരല്ലേ. ആ പാവം കൊച്ചിൻ്റെ ശാപം കിട്ടും. മതി ഇവിടുത്തെ ജോലിയൊക്കെ അളിയൻ ചെയ്തത്. ഇനി അവർ കല്യാണം നടത്തുകയോ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കുകയോ ബലിക്ക് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അളിയൻ പൊയ്ക്കോ അളിയ, ഞാൻ ആ ഹോളിലെ ജോലിയൊക്കെ തീർത്തിട്ട് വന്നോളാം. അളിയൻ നന്നാവില്ല അളിയ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ ദീപക്കിൻ്റെ ഭാര്യയായിട്ട് ഋതിക മേഡം ഒരു ദിവസം പോലും ജീവിക്കത്തില്ല. ഋതിക മേഡത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, മേഡം എന്തെങ്കിലും സാഹസം ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അളിയന് മാത്രമാണ്. ആ പെൺകുട്ടിയുടെ ശാപം വീഴാൻ പോകുന്നതേ നമ്മുടെ കുടുംബത്തിനായിരിക്കും. ഇത് കേട്ട് രാജു അങ്ങ് വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോൾ രാജുവിൻ്റെ മനസ്സിൽ ശേഖർ എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുവാണ്. നമ്മുടെ ഋതുമോള് പാവമല്ലേ, അവളെ ആ തലതിരിഞ്ഞ ദീപക്കിനെ കൊണ്ട് കെട്ടിക്കുന്നത് ശരിയാണോ? രാജു, നീ വിചാരിച്ചെങ്കിൽ മാത്രമേ ഋതിയെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. ഞാൻ നിനക്ക് കൂടെയുണ്ട്, എന്തിനും ഞാൻ തയ്യാറാണ്. നീ ഋതിയമോളെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞതൊക്കെ രാജു ഇങ്ങനെ മനസ്സിൽ ഓർക്കുക. അതൊക്കെ ഓർത്തിട്ട് രാജു മനസ്സിലൊരു നല്ല തീരുമാനം എടുക്കുന്നുണ്ട്. ഋതിക ആ മഞ്ഞൾ കല്യാണത്തിന്റെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ടെറസിൽ വന്നു നിന്നുണ്ട് പൂർണ്ണചന്ദ്രനെ നോക്കി രാജുവിനെ അവൾ പ്രണയിച്ചതും അവളുടെ ദുഃഖകരമായ സംഭവങ്ങളെല്ലാം പൂർണ്ണചന്ദ്രനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ പുറകിൽ നിന്നും 2 കൈകൾ വന്ന് അവിടെ കണ്ണു പൊത്തുവാണ്. അവൾ സന്തോഷത്തോടെ രാജുവാണെന്ന് വിചാരിച്ച് ആരാ രാജുവാണോ രാജു എന്നും പറഞ്ഞ് അവൾ സന്തോഷത്തോടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അത് അവളുടെ രാജു ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.